ഹരിപ്രിയയും ജെറീനയും ഒരുമിച്ച് പഠിച്ച് ഒരേ കമ്പനി പ്ലേസ്ഡ് ആയിട്ടാണ്. എൻ്റെ പേര് ഹരിപ്രിയ, ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ജെറീന, ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഞങ്ങൾ ശാന്തേരി കോളേജിൽ നിന്ന് MCA 2023 പാസ് ഔട്ട് ആണ്. അതുപോലെ അതിനുശേഷം ഞങ്ങൾ ഫ്ലട്ടറിന്റെ കോഴ്സ് സ്മെക്ലാബ്സി ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ബിപോക്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയിൽ പ്ലേസ്ഡ് ആയിരിക്കുകയാണ്. ഞങ്ങൾ MCA കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ടെക്നോളജി പഠിക്കാനായിട്ടാണ് ഇരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കുറെ കമ്പനീസ് ഒക്കെ സെർച്ച് ചെയ്തു. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം ഒക്കെ വഴിയാണ് ഞങ്ങൾ ഈ സ്മെക്കിനെ കുറിച്ച് അറിയുന്നത്. സ്മെക്കിനെ കുറിച്ച് ഒത്തിരി കേട്ടു, കണ്ടു. അപ്പം ഇവിടെ നിന്ന് ധാരാളം പിള്ളേർ പ്ലേസ്ഡ് ആവുന്നൊക്കെ ആയിട്ട് കണ്ടു. പിന്നെ അവിടെ പഠിക്കുന്നവരെ കുറിച്ച് അറിയുന്നത്, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞിട്ടാണ് അതുവഴിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ആദ്യമേ വന്നു കഴിഞ്ഞപ്പം ഓരോ ബാച്ചായിട്ട് തിരിച്ച് അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഫ്ലട്ടർ പഠിപ്പിച്ചത് നവീൻ സാറാണ്. സാറ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പൊ 2-3 മണിക്കൂർ ക്ലാസ് ഇരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് ഇതിനെ കുറിച്ച് പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ക്ലാസ്സിൽ ഇരിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ കൃത്യമായിട്ട് പറഞ്ഞൊക്കെ തരും. പഠിക്കാനാണെങ്കിലും സാറ് ഓരോ ടോപ്പിക്സ് പറഞ്ഞു തരും. നമ്മളതിൽ വർക്കൗട്ട് ചെയ്യും. ഓരോ പേജസ് ഒക്കെ വർക്ക് ചെയ്ത് സാറിനെ കാണിക്കും. സാർ അതിൻ്റെ തിരുത്തുകളുണ്ടെങ്കിൽ പറഞ്ഞു തരും. എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ സാർ തന്നെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുറേ സെൽഫ് സ്റ്റഡി ഉണ്ടായിരുന്നു. കുറേ ടാസ്കുകൾ തരും. അപ്പോൾ ആ ടാസ്കുകൾ നമ്മൾ ചെയ്യുക. കൂടുതലും പ്രൊജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ടാസ്കുകളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്റർവ്യൂവിനൊക്കെ പോയപ്പോൾ അത് ഒത്തിരി ഉപകാരപ്പെടും. പിന്നെ കുറേയൊക്കെ സെൽഫ് സ്റ്റഡി ആയിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇവിടുത്തെ പ്ലേസ്മെന്റിന്റെ കാര്യം പറയാനാണെങ്കിൽ അങ്ങനെ ഡൗട്ടുകളൊന്നും ഇല്ലായിരുന്നു. കാരണം ഇവിടെ ഒത്തിരി വേക്കൻസീസ് വരുന്നത് ഓൾറെഡി ഇവിടുന്ന് നമുക്ക് തരുന്നുണ്ടായിരുന്നു. ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വന്നാലും അത് നമ്മളെ അറിയിക്കുകയും അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പഠിപ്പിക്കുകയും ഓരോന്ന് പറഞ്ഞു തരികയും നമ്മളെ കോൺഫിഡന്റ് ആക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. അപ്പം അതെല്ലാം അറ്റൻഡ് ചെയ്ത് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു സ്മെക്ക് ചെയ്ത്. ഞങ്ങൾ ഓൾറെഡി ആദ്യമേ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതിലേക്ക് കുറച്ചുകൂടെ പാക്കേജ് നോക്കിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ പ്ലേസ്മെന്റ് സെല്ലിൽ നിന്ന് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഓരോ വേക്കൻസി വരുമ്പോഴും നമ്മളെ ഇൻഫോം ചെയ്യുകയും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും റെസ്യൂം എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ നമുക്കൊരു ഗൈഡൻസ് ഇവിടുന്ന് പ്ലേസ്മെന്റ് ടീമിൽ നിന്ന് എപ്പോഴും തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പുതിയ വേക്കൻസികളൊക്കെ വരുമ്പോൾ ഞങ്ങൾ അറിയിക്കുമായിരുന്നു. സ്മെക്കിൽ നിന്ന് ഓൾറെഡി ഞങ്ങൾ 2 പ്രൊജക്റ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ട് ചെയ്യാനും അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഫ്രീലാൻസ് വർക്കുകളൊക്കെ എടുത്ത് വർക്ക് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത 1 ഇയറിൻ്റെ ഉള്ളിൽ എൻ്റെ സ്കിൽസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ട് എനിക്കൊരു ഇൻഡിപെൻഡന്റ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 LPA പാക്കേജ് ആണ് എൻ്റെ ടാർഗറ്റ്. ഇവിടെ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. കോളേജിലൊന്നും പഠിക്കുന്ന പോലെയല്ല, നമുക്ക് ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ ആണെങ്കിലും ജൂനിയേഴ്സിനെ ആണെങ്കിലും ഞങ്ങൾ സ്മെക്കിലായിട്ട് റെഫർ ചെയ്യുന്നതായിരിക്കും.